പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ നടത്തിയ പ്രസ്താവനയിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് ബി.ജെ.പിയും അവരുടെ പിന്തുണയുള്ള സിഖ് സംഘടനാ പ്രവർത്തകരും. രാഹുലിന്റെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിക്ക് മുന്നിലാണ് സിഖ് പ്രകോഷ്ഠ് ഓഫ് ഭാരതീയ ജനതാ പാർട്ടി എന്ന സംഘടനയുടെ പ്രവർത്തകർ ഇന്നലെ പ്രതിഷേധം നടത്തിയത്. ഇന്ത്യയിൽ സിഖ് സമുദായത്തിന് അടക്കം മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നുവെന്ന് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ ഈ പ്രകടനം അവർ നടത്തിയത്. പ്രസ്താവനയിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് സ്ത്രീകളടക്കമുള്ള സംഘം രാഹുലിന്റെ വീടിന് മുന്നിൽ മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളുമായി എത്തിയിരുന്നു. വസതിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചവരെ പോലീസ് തടഞ്ഞു. തുടർന്ന് പോലീസുമായുള്ള ഏറ്റുമുട്ടലിലേക്ക് എത്തിയതോടെ ബി.ജെ.പി നേതാവ് ആർ.പി. സിംഗ് അടക്കമുള്ളവരെയും പ്രവർത്തകരെയും പോലീസ് അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയെ അപമാനിക്കുകയാണ് രാഹുൽ ഗാന്ധിയെന്നും അദ്ദേഹം മാപ്പ് പറയണമെന്നും സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ആർ.പി. സിംഗ് ആവശ്യപ്പെട്ടു. വാഷിംഗ്ടണിലെ ജോർജ് ടൗൺ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിൻ്റെ ഇടയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഉണ്ടായത്. സിഖ് സമുദായക്കാർക്ക് തലപ്പാവും വളയും ധരിക്കാനും ഗുരുദ്വാരയിൽ പോകാനും അനുവാദമില്ലാത്ത സാഹചര്യമാണ് ഇന്ത്യയിൽ സംജാതമാകുന്നതെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇതിനുവേണ്ടിയാണ് പോരാട്ടമെന്നും ഇത് ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം പ്രശ്നമല്ലെന്നും രാഹുൽ പറഞ്ഞിരുന്നു. രാഹുലിന്റെ ഈ പരാമർശത്തിനെതിരെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്തെത്തിയിരുന്നു. രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നത് രാഹുലും കോൺഗ്രസും ശീലമാക്കിയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. വിദേശത്ത് പോയി ഇന്ത്യ വിരുദ്ധ പരാമർശം നടത്തുകയാണെന്നും രാജ്യത്ത് ഭിന്നതയുണ്ടാക്കാനാണ് അദ്ദേഹത്തിന്റെ ശ്രമമെന്നും അമിത്ഷാ ആരോപിച്ചു. ഇതിൽ നിന്നും രാഹുലിന്റെ വിഭജന മനസ്ഥിതിയാണ് മനസ്സിലാകുന്നതെന്നും അമിത്ഷാ പറയുന്നു. രാഹുൽ ഗാന്ധി ഡെമോക്രാറ്റ് നേതാവ് ഇൽഹാൻ ഒമർ അടക്കമുള്ളവരെ കണ്ടത് അപകടകരവും ദുരൂഹവുമായ പ്രവർത്തനമാണെന്നും ബി.ജെ.പി പറയുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസിന്റെ സംവരണ വിരുദ്ധതയെ പിന്തുണക്കുന്നതിലൂടെയും വിദേശത്ത് പോയുള്ള ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളിലൂടെയും രാഹുൽ ഗാന്ധി ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുകയും ചെയ്യുന്നു എന്നാണ് അമിത്ഷാ എക്സിൽ പറയുന്നത്. കോൺഗ്രസിന്റെ സംവരണ വിരുദ്ധത രാഹുലിന്റെ പ്രസ്താവനയിലൂടെ ഒരിക്കൽ കൂടി പുറത്തു വന്നു. ബി.ജെ.പി ഉള്ളിടത്തോളം കാലം ഒരാൾക്കും സംവരണം ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും ദേശസുരക്ഷ അപകടപ്പെടുത്താനാവില്ലെന്നും അമിത്ഷാ പറഞ്ഞു. മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്, കേന്ദ്രമന്ത്രിമാരായ ഹർദീപ് സിംഗ് പുരി, കിരൺ റിജിജു തുടങ്ങിയവരും രാഹുലിന്റെ ഈ പ്രസ്താവനകൾക്കെതിരെ പ്രതിഷേധവുമായി ഇറങ്ങിയിട്ടുണ്ട്. ബി.ജെ.പിയുടെ നേതാക്കളും ബി.ജെ.പിയും ഇത്രയ്ക്ക് ക്ഷുഭിതരാകണമെങ്കിൽ അതിന്റെ കാരണവും വളരെ വ്യക്തമാണ്. ഇന്ത്യയിലായാലും വിദേശത്തായാലും രാഹുൽ ഗാന്ധി എന്ന വ്യക്തി ഉയർത്തുന്ന ആരോപണങ്ങളും ചോദ്യങ്ങളും കൊള്ളുന്നത് ബി.ജെ.പിയുടെ ചങ്കിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയവും വേണ്ട.